ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ടൂറിസം ബ്രോഷറാണ്. ഇത് ഇപ്പോൾ എത്രയായി, ഇപ്പോൾ കുറേ പേജസ് ഉണ്ട് ഇന്ന്. ഇത് മലേഷ്യ പാക്കേജിൻ്റെ ഒരു പേജ്, അതുപോലെ തായ്ലൻഡ്, ഇപ്പോൾ എത്രത്തോളം പേജസ് ആയിട്ടുണ്ട്, ഒരു 13 14 15 പേജസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 16 17 ഈ പേജസാണ് ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാനുള്ള കണ്ടൻ്റാണിത്. ഊട്ടിയിലും കൊടൈക്കനാലിൻ്റെയും ആണിപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ള പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ നേരെ ഫോട്ടോഷോപ്പിൽ പോകാം. നമ്മൾ നിലവിൽ ഫോട്ടോഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ തായ്ലൻഡിന് ചെയ്തിട്ടുള്ള ആ ഒരു ഇതാണ്. ഇപ്പോൾ ഈ എഫക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടി എടുത്താണ് ഞാൻ. നമുക്ക് ഊട്ടിയിൽ കൊടൈക്കനാലിൻ്റെ നല്ല ഇമേജസ് വേണം. അതിനായിട്ട് നമുക്ക് ഫ്രീ പിക്കിൽ പോയി വെക്കാം. ഊട്ടി ഇത് ഊട്ടി തന്നെയാണോ എന്ന് ഡൗട്ടുണ്ട്. പക്ഷെ ഇത് പ്രിൻ്റ് അടിക്കേണ്ട ഡിസൈനായി കാരണേ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് എന്തായാലും വേണം. കൊടൈക്കനാൽ നോക്കി നോക്കാം. വീഡിയോ ചെയ്തിട്ട് കുറേ കാലമായി, നല്ല തിരക്കിലായിരുന്നു. ഇന്ന് തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ രണ്ട് സെയിം തന്നെയാണ് കാണിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഈ ഇമേജ് ഇട്ട് നോക്കാം നമുക്ക്. ഇതൊക്കെ മൂന്നാറാന്നുകൊണ്ട് കാണിക്കുന്നത്. ഊട്ടിയിൽ തേയിലത്തോട്ടമൊക്കെ ഉണ്ടോ നോക്കി നോക്കട്ടെ. ഉണ്ട് കേട്ടോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതിടാം, ലാർജായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നേരെ ഫോട്ടോഷോപ്പിൽ പോയിട്ട് കൺട്രോൾ ഡൗൺലോഡ് ചെയ്യുക. കൊതു കൺട്രോൾ അടിക്കുക, അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിവിടെ ചെയ്തിട്ട് കൊണ്ടുപോയി ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നേരിട്ട് ഇല്ലുസ്ട്രേറ്ററിലേക്ക് കൊണ്ടുപോകാം. ഊട്ടി സേവ് ചെയ്യാം, ഇല്ലുസ്ട്രേറ്ററിൽ പോവാം, കൺട്രോൾ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഊട്ടി കൺട്രോൾ കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്യാം, ബാക്കിലിടാം ലെയർ. ഓക്കെ അല്ലേ? ഇനി നമുക്കത് കൺട്രോൾ 2 അടിച്ചിട്ട് ലോക്കാക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഈ ഷെയ്ഡാണ്.
ഈ ഷെയ്ഡ് വേണം. മാറ്റർ ഇടുമ്പോൾ അല്ലെങ്കിൽ കാണില്ലേ, ലോക്കാക്കാൻ കൺട്രോൾ ടു മേടിച്ച്. ഇനി ഇവിടെ ഇവരൊരു ലോഗോ ഉണ്ട്, അതും വേണം. കൺട്രോൾ ടു മേടിച്ച് ലോക്കാക്കുക, കൺട്രോൾ ഷിഫ്റ്റ് വി, അപ്പോൾ സെയിം സ്ഥലത്ത് തന്നെ പേസ്റ്റ് ആവും. അതും ലോക്കാക്കാം. ഇനിയാണ് നമുക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്യേണ്ടത്. കൂട്ടി ഫിക്സ് അടിച്ചു കഴിഞ്ഞാൽ കളറിൻ്റെത് വരും. കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണ്. അത് കളറിൻ്റെത് വരുന്നത് ഊട്ടി എടുക്കുക. ഊട്ടി 1 ഡേ ടൂർ പാക്കേജ് എന്നാണ് പേരിട്ടത്. അത് കോപ്പി ചെയ്യാം. കൺട്രോൾ സെഡ് അടിച്ചെടുത്തു. പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോണ്ട് സ്റ്റൈൽ കിട്ടണം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഐ അടിക്കുക, ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സൈസ് വരും. ഇത്ര സൈസ് വേണ്ടത്. പിന്നെ ടൂർ പാക്കേജ് എന്നുള്ളത് അടിയിലേക്ക് ഇടാം. ഇത് ക്ലിക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ സൈസ് ആവും. നമുക്ക് സ്വല്പം ഇറക്കിടാം. ഇതൊക്കെ ആക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് കളയാം. ഇതെന്താ ഐക്കണൊക്കെ ആയിരുന്നതുകൊണ്ട് ക്ലൈൻ്റ് അയച്ചതേ. ഈ ഫോണ്ട് കറക്റ്റ് ചെയ്യാം. ഈ മുന്നത്തെ പേജത്തെ ഈ സാധനം എടുക്കാം, ഇവിടെ വേസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് നീക്കിയിടാം കുറച്ച്. രണ്ട് സെലക്ട് ചെയ്യാം, കുറച്ച് അടിയിലേക്ക് ഇറക്കിടാം. ഓക്കെ, ഇത് നമുക്ക് വേറെ രീതിയിൽ വേണം കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഈ സംഭവമൊന്നും വേണ്ട. പിന്നെ ഈ സാധനം കുറച്ച് കോപ്പി ചെയ്തിടാം. ഇത് അവർ പോണ സ്ഥലങ്ങളുടെ ഒരു ഇതാണ്. അതാണ് ഞാൻ ഈ ലൊക്കേഷൻ്റെ ഒരു ഐക്കൺ കൊടുത്തേക്കണത്. പിന്നെ ഒരു പാക്കേജ് നമ്മൾ മുന്നേ കൊടുത്തൊരു സ്റ്റൈലുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ തന്നെ വേണം കൊടുക്കാൻ. കാരണം നമ്മൾ ഒരൊറ്റ ബ്രൗസറിലെ പേജുകളായ കാരണം നമ്മളത് തന്നെ കീപ്പ് ചെയ്യാണ്. ഊട്ടിയുടെ പ്രൈസാണ്. ടോട്ടൽ പാക്കേജ് കോസ്റ്റ് പെർ പേഴ്സൺ 388 നമുക്ക് 3 ആക്കി കൊടുക്കാം. അൺഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ആവശ്യമില്ല.
നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റുകളൊക്കെ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നിന്നുള്ള ഇങ്ങനെ നിൽക്കണ ഒരു ഒപ്പം നിൽക്കണത്, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെയിറ്റ് അങ്ങനെയെല്ലാം. ഓക്കെ, അപ്പോൾ ഊട്ടിയുടെ കാര്യം തീരുമാനമായി. ഇനി നമുക്ക് കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ ഡിലീറ്റ് ചെയ്യാം. പോട്ടെ, ഇതും പോട്ടെ. ഒക്കെ കളയാം. കൊടൈക്കനാൽക്ക് ഈ ടൈറ്റിൽ മാത്രം കോപ്പി ചെയ്തെടുക്കാം. ഇനി ഇവിടെ നിന്നുള്ള ഒരു സ്പേസ് അതും കളയാം. ഇത് കൊടൈക്കനാൽ ഇവിടെ വേസ്റ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ ഇതെടുക്കുക, അടിക്കുക, ഇത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ടൂർ പാക്കേജ് എന്നുള്ളത് താഴേക്ക് വരണ്ട, അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ സാധനം അടിക്കുക, ക്ലിക്ക് ചെയ്യുക. കൊടൈക്കനാലിൻ്റെ കാര്യം സെറ്റായി. നമുക്ക് ഇങ്ങോട്ട് ഇടാം. അങ്ങനെ ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒപ്പൊക്കെ ആയിട്ട് ഇടാം, പക്ഷെ അത് ഒരു യൂണിഫോമായി പോവും. അപ്പോൾ നമുക്ക് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആൾക്കാർക്കൊരു റീഡബിലിറ്റി സംഭവമൊക്കെ കൂടും, സ്റ്റൈലായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെയുള്ളൊരു സംഭവം ഉണ്ട്. ഈ സാധനം കൊടുക്കണം, Ctrl+C, ഇത് സെലക്ട് ചെയ്യുക, Ctrl+Shift+V. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ പ്ലേസ് ആവും. പിന്നെ ഈ സംഭവം എടുക്കണം, ഇതിനെ അലൈൻ ചെയ്യാൻ ഇടുന്നത്. നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റ് നോക്കണം കേട്ടോ. ഇതും ഏകദേശം ഇങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് ഇടാം. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഈ ഗ്യാപ്പും കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ്. ഇതിപ്പോൾ വൈകിട്ടാണ് ഇരുന്ന് ചെയ്യണത്. അപ്പോൾ അവന്മാർ വന്ന് നല്ല കുത്തുകുത്താ. അങ്ങനെ ഇത് കളയാം, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ശരിയാണ്. ടോട്ടൽ പ്രൈസ് 4880. ഇത് കോപ്പി ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്തിട്ട് അടിയിലേക്ക് ഇതുമാതിരി ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് ആ പ്രൈസ് അങ്ങോട്ട് മാറ്റുക. 2 ഐക്കൺ വന്നില്ലേ? നാലാക്കാം. സെറ്റ് സെലക്ട് ചെയ്യുക, കറക്റ്റാക്കി ഇടുക. ഇത് വേണ്ട, ഇനി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പേജ് റെഡിയായി. ഇതാണ് സംഭവം. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഇവിടെ ഇതിന് ചെയ്ത പോലെ കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് ഇത് വെച്ചിട്ട് ഇവിടെ ഇടണം. ഒന്നില്ലാണ്ട് കിടക്കുമ്പോൾ അത് ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ChatGPT പോകാം.
കൊടൈക്കനാൽ ടൂർ ക്യാപ്ഷൻസ്. ഡബിൾ ദ ചിൽ ഡബിൾ ദ ത്രിൽ. ആഹാ, സൂപ്പറായില്ല. ഇത് പഠിക്കാം. ക്യാപ്ഷൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരേ ഇതിൽ ചെയ്യരുത്. ഒരേ ഇതിൽ മീൻസ് ഇപ്പം ഇങ്ങനെ ഒറ്റ സൈസിൽ കിടക്കുമ്പോൾ അതിൻ്റേതായുള്ളൊരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വലുതാക്കി കൊടുക്കുക. അപ്പോൾ അതിനൊരു രസം കൂടും. ഇനിയിപ്പോൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഈ ഒരു സ്ട്രിപ്പാണ്. ഇതിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ വിസിബിലിറ്റി കൂടി. അതിനാണ് ഇങ്ങനെ ഞാനൊരു സ്ട്രിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്വല്പം ഒരു ഇതാക്കിയിട്ട് കൊടുക്കാം. എല്ലാം യൂണിഫോമായിട്ട് കിടക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. തന്നെ മേലേക്കിടാം. സ്വല്പം ഇങ്ങോട്ട് ചേച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വർക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓക്കെ.